ആരുമായിട്ടും പിണങ്ങിയിട്ടില്ല. എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് എൻ്റെ മോനെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ സ്റ്റേജിൽ നിന്ന് സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് ബാക്കിൽ എൻ്റെ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നതാണ്. ദൈവത്തിന് ഒരുപാട് നന്ദി. സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു മനസ്സുള്ള ആൾ, കുടുംബം കൈക്കുള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾ. ഈ എളിയ കലാകാരന് വിശേഷണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ എങ്ങനെ ഒരു തമാശ അവതരിപ്പിക്കാം എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തത് അപ്രതീക്ഷിതമായിരുന്നു ആ വിയോഗം. മക്കളെ നെഞ്ചോട് അടക്കി പിടിച്ചു മന്ത്രി പൊങ്കോമാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർമാരടക്കമുള്ള തുക്കിടി സായിപ്പുമാരുടെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് കുടിനീരിന് ശബ്ദമുയർത്തുമ്പോ പോലീസിന്റെ ലാത്തിയുടെയും നെറുകേടും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാ. സുധിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാനൊക്കെ പറഞ്ഞ ഒരു 10-30 മിനിറ്റ് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രേണുവിൻ്റെ ക്യാൻസറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ പരമാവധി ഈ ഒരു കോണ്ടന്റ് നിർത്താൻ നോക്കുക, അതായത് അവരെ വിമർശിക്കാതിരിക്കുക, നല്ലതോ ഒക്കെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഇടുക. കാരണം ഒരുപാട് മോശമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവർ അത്യാവശ്യം ഫോണൊക്കെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വീട്ടുകാരൊക്കെ ഫോൺ മാറ്റി വെച്ചിരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങോട്ടോ 5-10 മിനിറ്റോ മാത്രം ഫോണും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ രേണുവിന് കൊടുക്കത്തുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അവർക്ക് സൈബർ അറ്റാക്കും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, പ്രത്യേകിച്ച് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആകുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ എത്രമാത്രം പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. ഓക്കെ, എന്തായാലും ഇപ്പോൾ കിച്ചുവിൻ്റെ വിഷയങ്ങൾ ഒരു സൈഡ് നടന്ന് രേണു അതിന് മറുപടി അതൊക്കെ ഏതൊക്കെ രീതി പോയെന്ന് ഞാൻ അറിയില്ല. ഇനി പരമാവധി എല്ലാവരും ഒന്ന് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നീ ചത്തില്ലടി, നീ ചാവുന്നേ, അങ്ങനത്തെ രീതിയിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുക, തോന്നിവാസ വർത്തമാനങ്ങൾ പറയാം, നീ പുഴുത്തിയാവൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ പേഷ്യൻ്റ് ആണെന്ന് പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇവിടുത്തെ നാട്ടിലെ കുറേ നാറികൾക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന കൊല്ലം സുധിയുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ട് കുറേ ആൾക്കാരൊക്കെ അന്ന് ഞാൻ ഈ രേണുവിനെ നെഗറ്റീവ് പറയുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് സുധിയുടെ കാര്യം ഞാൻ എടുത്ത് പറയും. സുധിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഈ കുടുംബം ഇത്രയും മോശമായിക്കൊണ്ട് പോയതെന്നാണ് ഞാൻ പറയുകയൊക്കെ ചെയ്തത്. സുധിക്ക് കിട്ടുന്ന പൈസയും കാര്യങ്ങളും വെള്ളം അടിച്ച് ദൂർത്തടിച്ച് കളയുക, ആൾക്കാർക്ക് കൊടുക്കുക, ഇതായിരുന്നു പുള്ളിയുടെ സ്ഥിരം പരിപാടി. പുള്ളി സേവോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തിന് ഒരു ഹോട്ടലിൽ റൂം എടുത്ത സമയത്താണെങ്കിൽ പോലും പൈസ അടയ്ക്കാനില്ലാതെ ആ പാസ്പോർട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരെ ഈ സുധിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പൈസയല്ല അവിടെ പോയി. കുറേ ആൾക്കാർ പറയുന്നുണ്ട് രേണു കട്ടിയെടുത്തും മൂട്ടിച്ചെടുത്തും അങ്ങനെയൊക്കെ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലോട്ടൊന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ ആൾക്കാർ എന്നോട് ചോദിച്ച് കിച്ചു ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കുറേ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. കാരണം അതുലിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണെന്ന് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ട്. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ബിഗ് ബോസിൽ പോകാൻ വേണ്ടി പുള്ളിക്കാരൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ കിച്ചുവിന് സീരിയലിലൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് അതിനിപ്പോൾ അവൻ്റെ ഒരു മാനേജറോ ഒരു സ്ത്രീ ഉണ്ട്, അവർക്കങ്ങാണ്ട് അവരോട് അങ്ങോട്ട് സംസാരിക്കുമോ അങ്ങോട്ട് ചെയ്തപ്പോൾ അങ്ങോട്ട് ഇത്ര രൂപ അങ്ങോട്ട് അഡ്വാൻസ് കൊടുക്കാമെന്നോ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ കൊച്ചിന് ബിഗ് ബോസിൽ പോകാൻ പോവാണ്, അവർക്ക് ഈ പറയുന്ന അഡ്വാൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അവന് ഇനി വേറെ ഹൈ റേഞ്ചിലോട്ടൊക്കെ പോകാമെന്നാണ് സംസാരമൊക്കെ. അവരതുപോലെയാണ് ആൾക്കാരോടൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇച്ചിരി പൊങ്ങച്ചോ എന്നുള്ള രീതിയില്ല. ആളുടെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുകയൊന്നും ചെയ്യുന്നില്ല. ഇനി അതേ പിടിച്ചിട്ട് ഇനി അടുത്ത വള്ളി കയറി പോകണ്ട. ഓക്കെ, അവർ പറയുന്നുണ്ടായിരുന്നു ഇന്നുപോലെ അവന് സീരിയലിൻ്റെ വന്നിട്ട് പോലും ഞങ്ങളത് വേണ്ട എന്ന് വെച്ചു, ഞങ്ങളുടെ കൊച്ചിനെ ഇനി ബിഗ് ബോസിലൊക്കെ പോകാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടപ്പുണ്ട്. പോകുന്നെങ്കിൽ പോട്ടെ, ജനങ്ങൾ പറ ഈ പറയുന്ന കിച്ചുമോൻ ബിഗ് ബോസിലോട്ട് വന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യുമോ അതോ അവൻ്റെ ഉള്ള വില പോവോ? നിങ്ങൾ തന്നെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അതായത് കിച്ചു ഫാൻസുകാരായ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എന്തായാലും ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാനിസത്തിനെ വെറുക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ പറഞ്ഞു. 102 ലൈക്കുകളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്ര ആൾക്കാർ എന്നെ വെറുക്കുന്നുണ്ടല്ലോ. എന്തായാലും ഒരുപാട് സന്തോഷം, അത്രയും കിട്ടിയുള്ളല്ലോ. ഇനിയിപ്പോൾ ആ വീഡിയോ ഇനി കയറി പോകുമ്പോൾ ഇനി എത്രമാത്രം ലൈക്ക് വരുമെന്ന് കണ്ടറിയാം. ഓക്കെ, ഈ സുധിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇമോഷണൽ ആക്കിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇത്. പക്ഷേ ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇമോഷണൽ ആകത്തുണ്ട്. ഞാൻ ഈ ഒരു എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഉണ്ണൻ്റെ ഫസ്റ്റ് കോണ്ടന്റ് നെഗറ്റീവ് അടിച്ചൊരു വ്യക്തി ആദ്യം ഞാനാണ് ഈ കേരളത്തിൽ തന്നെ. നെഗറ്റീവ് അടിച്ചൊരു വ്യക്തി ഞാനാണ്. ഇപ്പോൾ ഞാനാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ അന്നും ഇന്നും പറയുന്നൊരു കാര്യം, അവർ ചെയ്ത് കൂട്ടിയതെല്ലാം തെറ്റും വിവരക്കേടുകളും പോക്കരിത്തരങ്ങളും എല്ലാം അവർ കാണിച്ചു കൂട്ടി. 2-3 കാര്യത്തിലാണ് ഞാൻ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത്. അത് ജനങ്ങളാരും വിശ്വസിക്കുന്നുമില്ല. പിന്നെ കൊച്ചൻ്റെ കേസായിട്ടിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാനാണ്. അറിഞ്ഞുകൊണ്ട് വെച്ചിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ഒരുത്തിനെ പൊഴുത്തി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് സംസാരിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യൂ മേടിക്കുന്നവർ റീച്ച് മേടിക്കുന്നവരെ ഒരു വ്യക്തി ഞാനാണെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടും അത് ചെയ്യുന്നില്ല? നിങ്ങൾ ആലോചിക്കും. അത് മാത്രം വിവരമുള്ളവർ എനിക്ക് പേഴ്സണലി സത്യം പറയാമല്ലോ, കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇപ്പം, എടാ നീ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാടാന്നും പറഞ്ഞിട്ട്. അത് മതി. അവിടെ ഒരാളെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എനിക്കത് മതി. എനിക്കല്ലാതെ ട്രെൻഡിനോടൊപ്പം പോയി ചേർന്ന് നിന്ന് കൈയടിക്കാനും സപ്പോർട്ട് മേടിക്കാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഓക്കെ, പതിവാണ്, കണ്ടാൽ
മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധിയുടെ വിയോഗത്തിന്റെ ആഘാതത്തിലാണ് സിനിമ ടെലിവിഷൻ ലോകം. ഒരു കാർ അപകടത്തിന്റെ രൂപത്തിലാണ് മരണം സുധിയെ തട്ടിയെടുത്തത്. നിരവധി വർഷങ്ങളായി ഹാസ്യരംഗത്ത് കൊല്ലം സുധി സജീവ സാന്നിധ്യമായിരുന്നു. 2015 കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിലെത്തുന്നത്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, കുട്ടനാടൻ മാർപ്പാപ്പ, നീറ്ററപ്പായി, കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ സുധി കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി. കരിയറിലെ ഒരു സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സുധിയുടെ അപ്രതീക്ഷിത വിയോഗം. ചോര വെള്ളത്തിലിട്ട് വെക്കും, എന്നിട്ട് കാലത്ത് അരച്ച അപ്പം ചുട്ട് തിന്നും. എനിക്ക് ഭർത്താവ് മാത്രമല്ല, എനിക്ക് എല്ലാമാണ്. കൂട്ടുകാരനാണ്, പപ്പായെ പോലെ സംസാരിക്കും, അമ്മയെ പോലെ സംസാരിക്കും. ചോദിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പണ്ട് ഒരുപാട് പറഞ്ഞു. പണ്ട് ചൂലും ഇട്ട് ഈ പറയുന്ന രേണു ഇങ്ങനെ ഇട്ട് അടിക്കാനായിട്ട് ഓടിച്ച കഥകളൊക്കെ ഞാനിത് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ അന്നാ പറഞ്ഞ കാര്യത്തിലൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ കിച്ചുവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ കിച്ചുവിൻ്റെ കാര്യങ്ങൾ ഇന്ന് ചോദിച്ച് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു കാര്യം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ ആരൊക്കെയാണ് ഇപ്പോൾ ഓഡീഷൻ കഴിഞ്ഞതും അവരുടെയൊക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതൊക്കെ ഇനി നിങ്ങൾ തന്നെ വന്നത് കണ്ട് മനസ്സിലാക്കിക്കോ. ഇപ്പോൾ ഉടനെ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും. ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരും ഉണ്ട് ഈ പറയുന്ന ബിഗ് ബോസിനകത്തൊക്കെ പോകാൻ വേണ്ടി അത്യാവശ്യം 1, 2, 3 ഓഡിയൻസൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനോട് ചിലപ്പം അതിനകത്ത് കയറാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഒരു പക്ഷേ ഈ വർഷം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വട്ടം കിട്ടുമായിരിക്കാം. ഓക്കെ, ഇനി എന്താ പറയണ്ടേ, ഇപ്പോൾ വേറൊരു വീഡിയോ കൂടെ ഉണ്ട്. ക്യാൻസർ രോഗികളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ. അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ചുതരാം. നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അതും കൂടെ പറയാം. പിന്നെ ഈ ഒരു കാര്യത്തിലാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ പരമാവധി നെഗറ്റീവ് പറയാതിരിക്കുക. ഒരു സ്ത്രീ വന്നിട്ട് സനോജ് എന്താ അവിടെ പേര്, അവളെ വന്നിട്ട് പറയുന്നുണ്ട് ഇത് രേണുവിൻ്റെ തന്ത വന്നെന്നാ എന്നൊക്കെ. എൻ്റെ പൊന്നമ്മച്ചി എന്താ പറയുക, എനിക്ക് ഫോട്ടോ സഹിതം ഇരുന്ന് വെച്ചിട്ട് കുറേ നാളുകൊണ്ട് ഞാൻ കാണും. എനിക്ക് അടിക്കാൻ അറിയാൻ പറ്റത്തൊന്നുമില്ല. നിൻ്റെയൊക്കെ വീട്ടിൽ നിൻ്റെയൊക്കെ മക്കളൊക്കെ ഇരുന്ന് കണ്ട് നിന്നെയൊക്കെ ഒരു വില ഇരുത്തും. പറഞ്ഞ് മനസ്സിലായ അമ്മയുടെ ഫോട്ടോ എന്താ പറയണ്ടേ, എൻ്റെ ഒരു യൂട്യൂബർ എടുത്ത് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നെ ഏത് കോടതി കയറി ഇറങ്ങിയാലും എനിക്ക് വെറും മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അമ്മ അതിൽ വെച്ച് എനിക്ക് പറയാൻ അറിയാൻ പറ്റത്തൊന്നുമില്ല. എന്നെ പറഞ്ഞാൽ എനിക്ക് ഈഗോ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ചേച്ചി ഇവിടെ വന്നിട്ട് കുറേ നാൾ കൊണ്ട് കമൻറ്റ് ഇട്ട് മെഴുകുന്നുണ്ട്. ഫോട്ടോ എടുത്ത് വെച്ചാൽ നിന്നെ അടിക്കും. ഒരു ചേച്ചി കൊണ്ട് ഇവിടെ വന്നിട്ട് നിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചാൽ അടിക്കും ഞാൻ. നീ എന്ന് തന്നെ വെച്ച് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായി. നിൻ്റെ തന്തയ്ക്കോ അല്ലെങ്കിൽ നിൻ്റെ മോക്കോ നിൻ്റെ മക്കൾക്കോ നിൻ്റെ ഭർത്താവിന് ഈ പറയുന്ന ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗം വരുമ്പോഴേ നിനക്കത് മനസ്സിലാവത്തുള്ളൂ കേട്ടല്ലോ. ഞാൻ ഇനി ഇപ്പം എന്നെക്കാളും പ്രായത്തിന് മൂത്താൻ കണ്ട പറഞ്ഞ് മനസ്സിലായോ. എൻ്റെ നല്ലൊരു പക്ഷേ ഞാനത് പറയുന്നത് വെച്ചാൽ നീ കുറേ നാൾ കൊണ്ടിരുന്ന് മെഴുകുന്നുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചി എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുന്നത്. ഇനി അടുത്ത വട്ടം വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ ഞാൻ വെച്ചിട്ട് അടിക്കും ഞാൻ നിനക്കെതിരെ. ഞാൻ എൻ്റെ നമ്പർ സഹിതം വരാം. നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തേരും. നിൻ്റെ ഓരോ കമൻറ്റ് വെച്ചിട്ട് എനിക്കറിയാം നിനക്കിട്ട് തരാൻ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ്. ഒരു മാനവമാനമില്ലാത്ത അവൾ വന്നിട്ടിരുന്ന് കമൻ്റ് ഇടുന്ന്. എടി നിൻ്റെയൊക്കെ വീട്ടിലാണ് നിനക്കോ അല്ലെങ്കിൽ നിൻ്റെ സത്യം പറഞ്ഞു ഇവർക്കൊക്കെ കൊടുക്കേണ്ട മറുപടി എങ്ങനെയാണ്? വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ ഏറ്റവും അവർക്കൊക്കെ ഈ ഒരു രോഗം വരുമ്പോഴേ അതിൻ്റെ പെയിൻ മനസ്സിലാവത്തില്ല. ഇവരെൻ്റെ ആരുമല്ല, ഈ രേണു എൻ്റെ ആരുമല്ല. പക്ഷെ ചില കാര്യങ്ങളിൽ വെറുതെ എല്ലാവർക്കും സത്യം അറിഞ്ഞിട്ടും അത് വളച്ചൊടിക്കുമ്പോൾ അത് കാണുമ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത്. അതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവരെന്തോ ആയിക്കോട്ടെ, ആ ഒരു സംഭവത്തിൽ അതെന്താ പറയുക, നല്ല തന്തയ്ക്ക് എനിച്ചവന്മാർ പറയും കേട്ടല്ലോ. അത് കമൻ്റ് ഇട്ട് മെഴുകുന്ന ഒരുത്തിയുടെയാണ് ഞാൻ പറയുന്നത്. നീയൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഇടുന്നത്. ഞാനിപ്പോൾ ഈ രേണുവിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ ഇച്ചിരി പെതുക്കെയാണ് സംസാരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ റൂമിൽ ഇരുന്ന് ഇച്ചിരി മുറുക്കെ പണ്ട് സംസാരിക്കുമ്പോഴൊക്കെ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ടെന്ന് പറയാൻ കാര്യം ചില സമയത്തൊക്കെ ആൾക്കാർ കയറി വരും. അവർ പറയുമ്പോൾ ഞാനിവിടെ കിടന്നിട്ടങ്ങ് തകർക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സൗമ്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്നത്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ പഴയ കൂട്ടം എൻ്റെ വീടിൻ്റെ ഗുമ്മ് കാണത്തില്ലെന്നൊക്കെ കിടന്നൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഫ്രീഡമായിട്ടുള്ളൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഞാൻ വലിച്ച് കയറി കളയും. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം കിട്ടുന്നത് എൻ്റെ കാറിനകത്താണ്. ഞാൻ ചിലപ്പോൾ ആ വല്ലൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കും. ഞാൻ ആ ചേച്ചിയുടെ ഫോട്ടോ സഹിതം നീ ഇടുന്ന ഓരോ കമൻറ്റും ഞാൻ ഇവിടെ നോട്ട് ഇട്ട് വരുന്നുണ്ട്. എന്തോടെ പേര്, സനോജോ എന്തോ ഒരു പേരാണ്. ഒരു സാരി എടുത്ത് വന്നിട്ട് ഇരുന്ന് മെഴുക നിർത്തി. ഇപ്പം മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിന്നെ ഏറി വിടും ഞാൻ എന്നിട്ട് എൻ്റെ നമ്പറും കൂടെ നിനക്ക് തരാം. നീ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യും. ബാക്കി കാര്യം ഞാൻ നിനക്ക് തരാം. എനിക്കറിയാം എങ്ങനെ തരണം. നാട് മൊത്തം നാറിയിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും.
ഇതിൻ്റെ പേരിൽ ഏത് കോടതി കയറി ഇറങ്ങാനാണെങ്കിലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് മെഴുകാൻ നിൽക്കുന്നു. കഥ അറിയാതെ ആട്ടം കാണുന്ന കുറേ നാറികളൊക്കെ. ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ മനസ്സിലാക്കും. ഓക്കെ, ഞാൻ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വാ ഗൈസ്. സ്റ്റേജസ് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിനും ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിലേക്ക് വരുമ്പോഴാണോ ഇതിന്റെ കീമോയും റേഡിയേഷനും സർജറിയൊക്കെ മാറുന്നുണ്ടോ, അതോ എത്ര സ്റ്റേജുകളാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് വരുന്നത്? രേണുസുതിക്ക് 34 കിലോ ഉണ്ട് മൊത്തം. ഇപ്പം 32 കിലോ എങ്ങാണ്ടേ ഉള്ളവർക്ക്. അതുപോലെ തന്നെ കീമോയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂ വന്ന് കിച്ചുവിൻ്റെ ഇൻ്റർവ്യൂ വന്നതിൻ്റെ 3ാമത്തെ ദിവസം അവർ എന്താ പറയണ്ടേ, വീട്ടിൽ കിടപ്പായി. അവർക്ക് എണ്ണിക്കാൻ പറ്റാതെ മലന്ന് കിടക്കുമായിരുന്നു. എന്നിട്ട് അവർ അലറിക്കരയുമായിരുന്നു സത്യം പറഞ്ഞ് അവിടെ കിടന്നിട്ട്. എന്നിട്ട് ഓരോ വ്ളോഗേഴ്സിനെയൊക്കെ അറിയാവുന്നവരെയൊക്കെ വിളിച്ച് അവർ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു അവർ. അപ്പോൾ ആ ഒരു നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ അടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കോ ഈ ക്യാൻസർ വന്ന രോഗികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പെയിനും. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യൻ്റെ ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, ജീവൻ. അപ്പോൾ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാടാ നടക്കുന്നത്, നീയൊക്കെ നടക്കുന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാൻ ഇത്രയും എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്ന കുറേ എണ്ണം വന്നിട്ട് പഴയ ഡാനിയുടെ എനിക്ക് ആ ഒരു ശൗര്യവും കാര്യങ്ങളും ഇപ്പോഴും അതുപോലെ ഉണ്ട്. ഞാൻ ഇച്ചിരി പതുക്കെ സംസാരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുത്തല്ല സംസാരിക്കേണ്ടെന്നുള്ള രീതിയിലായി. ഞാൻ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ രീതി ഞാൻ സംസാരിക്കും. പറഞ്ഞ് മനസ്സിലായോ? എന്നിട്ട് ഇതിന് മെഴുകുന്നു. നമുക്ക് രോഗനിർണയം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഷ്യൻസിന് തന്നെ പൊതുവെ അറിയാവുന്നതാണ്. ഡോക്ടറെ, അസുഖത്തിന്റെ ക്യാൻസറിന്റെ സ്റ്റേജ് എന്താണ് എന്നുള്ളത്. ക്യാൻസർ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗത്തിന്റെ ശരീരത്തിലുള്ള വ്യാപനമാണ്. അപ്പൊ അത് പൊതുവെ സിമ്പിളായി പറയാനാണെങ്കിൽ നമുക്ക് മാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്യാൻസർ, അതിനുശേഷം മാറിൽ നിന്ന് കക്ഷത്തിലെ കഴലുകളിലേക്ക് പടർന്ന ക്യാൻസർ, പിന്നെ മറ്റ് അവയവങ്ങളിലേക്ക് പടർന്ന അവസ്ഥ. ഇങ്ങനെ 3 അവസ്ഥ സിമ്പിളായി തിരിക്കാം. ശാസ്ത്രീയമായ സ്റ്റേജ് അനുസരിച്ച് പറയാനാണെങ്കിൽ 5 സ്റ്റേജുകളാണുള്ളത്. മിക്കവാറും പേർക്ക് നമ്മൾ സ്റ്റേജ് 1, 2, 3, 4 വരെയാണ് കേൾക്കല്. അപ്പൊ ഇതിന് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ്. അപ്പോ സ്റ്റേജ് 0 എന്നൊരു സ്റ്റേജും കൂടിയുണ്ട്. അതിനെ കുറിച്ച് ആൾക്കാർക്ക് പൊതുവെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ഞാനും ഫസ്റ്റ് ടൈം അത് കേൾക്കുന്നത്. മാമോഗ്രാമിലൂടെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പലപ്പോഴും കണ്ടെത്തുന്ന ക്യാൻസറുകളാണ് ഈ സ്റ്റേജ് 0 നമുക്ക് കിട്ടുന്നത്. പടരാനുള്ള ശേഷി ഒരുപക്ഷെ ആർജിച്ചിട്ടില്ലാത്ത ക്യാൻസർ ആയിരിക്കാം. അതിനെ നമ്മൾ ഇൻസിറ്റു ക്യാൻസർ അഥവാ പ്രീ ക്യാൻസർ എന്ന് പറയും. അതുകൊണ്ടാണ് അതിന് 0 സ്റ്റേജ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്തരം ക്യാൻസറുകൾക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ കീമോതെറാപ്പിയോ തുടർന്നുള്ള ചികിത്സകളോ ആവശ്യം വരാറില്ല. പലപ്പോഴും അത് സർജറിയിൽ തന്നെ നമുക്ക് നീക്കം ചെയ്ത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ റേഡിയേഷൻ ചികിത്സ കൊടുക്കേണ്ടി വരും ഈ സ്റ്റേജ് 0. അപ്പൊ അത് ഏത് തരം സർജറി ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇനി സ്റ്റേജ് 1 and 2 എന്ന് പറയുന്നത് പൊതുവെ ബ്രസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ട്യൂമറാണ്. ഇതിന്റെ ചികിത്സയിൽ ശസ്ത്രക്രിയ കൂടാതെ കീമോതെറാപ്പി മരുന്നുകൾ, റേഡിയേഷൻ ചികിത്സ തുടങ്ങിയ ചികിത്സകൾ വേണ്ടി വന്നേക്കാം. ഇനി സ്റ്റേജ് 3 എന്ന് പറയുന്നത് മാറിലും കക്ഷത്തിലെ കഴലുകളിലും നന്നായി വ്യാപിച്ചിട്ടുള്ള ക്യാൻസറുകളാണ്. അപ്പൊ അതും 4th സ്റ്റേജിൽ അത്രയും മോശമല്ല. നമുക്ക് രോഗമുക്തിക്കായി ശ്രമിക്കാവുന്നതാണ്. പക്ഷെ അവിടെ പലപ്പോഴും ഈ ചികിത്സാ ക്രമത്തിൽ ഒരു വ്യത്യാസം വരുത്തേണ്ടി വരും. ആദ്യമേ ചിലപ്പോൾ ശസ്ത്രക്രിയ ആയിരിക്കില്ല, കീമോതെറാപ്പിയോ മരുന്നുകളോ കൊടുത്തത് ചുരുക്കിയതിനു ശേഷമേ സർജറി സാധ്യമാവുകയുള്ളൂ. അതിനുശേഷം റേഡിയേഷൻ ചികിത്സ വരും. 4th സ്റ്റേജ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ളതാണ്. രോഗമുക്തി എന്നുള്ളത് നമുക്കൊരു പലപ്പോഴും ഒരു പ്രായോഗികമായ ഒരു എൻഡ് പോയിന്റ് അല്ല. പകരം നമുക്ക് പരമാവധി പേഷ്യന്റിന്റെ ആയുസ് നീട്ടിക്കൊടുക്കുക, അതിൽ നിന്ന് വളരെ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. അവിടെ സർജറിക്കുള്ള റോൾ വളരെ 4th സ്റ്റേജിൽ കുറവാണ്. പ്രധാനമായും മരുന്നുകൾ കൊടുത്തുള്ള കീമോതെറാപ്പി പോലുള്ള ചികിത്സകളാണ് അവിടെ ഉള്ളത്. ഇതാണ് സ്റ്റേജുകളും അതിനനുസരിച്ചുള്ള ചികിത്സ. അപ്പൊ സ്റ്റേജിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ 2 പ്രാധാന്യമാണുള്ളത്. ഒന്ന്, അസുഖത്തിന്റെ വ്യാപനം സൂചിപ്പിക്കുന്നതിലൂടെ രോഗമുക്തി എന്തോരം സാധ്യമാകും എന്നുള്ളത് അത് നമുക്കൊരു സൂചന തരുന്നുണ്ട്. 2, ഏത് തരത്തിലുള്ള ചികിത്സകൾ ഏത് ക്രമത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതും സ്റ്റേജിൽ നിന്നാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇതാണ് സ്റ്റേജിന്റെ പ്രാധാന്യം. ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളിപ്പം പൊതുവെ നമുക്കിടയിലുള്ള ഒരു എല്ലാവരും പറഞ്ഞു വരുന്നത് ഇപ്പം 3rd സ്റ്റേജ് എത്തിയാൽ അത് വീണ്ടും വരും, അല്ലെങ്കിൽ 4th സ്റ്റേജ് എത്തിയാൽ വീണ്ടും വരും. ഈ ചെറിയ സ്റ്റേജിലാകുമ്പോൾ അത് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇതിൽ വരുമ്പോൾ ചെറിയ സ്റ്റേജ്, അത് 0, 1 ഒക്കെ ആകുമ്പോൾ അത് തിരിച്ചു വരാനുള്ള സാധ്യത കുറയുന്നുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ഇത് ശാസ്ത്രലോകവും ഒരുപക്ഷെ സ്റ്റേജിങ് ആരംഭിച്ച സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജ് ക്യാൻസറുകൾ പൊതുവെ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. സ്റ്റേജ് 3 കുറച്ചുകൂടി അസുഖം തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. സ്റ്റേജ് 4 പിന്നെ എന്തായാലും സ്പ്രെഡായി. ഇത് ഏറെക്കുറെ 21ാം നൂറ്റാണ്ടിൽ ശരി തന്നെയാണെന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മൾ കഴിഞ്ഞ 2 ദശാബ്ദകാലമായിട്ട് നമ്മൾ ഈ ഗവേഷണ പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നത് ഈ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ, ഏർലി സ്റ്റേജ്, അതായത് സ്റ്റേജ് 0, 1, 2 ബ്രസ്റ്റ് ക്യാൻസറുകൾ പോലും
പരിപൂർണമായ കൃത്യമായ ചികിത്സയ്ക്ക് ശേഷവും വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നതായി കാണപ്പെട്ടു. അപ്പൊ ഇതിന്റെ കാരണം അന്വേഷിച്ചു പോയപ്പോൾ സ്റ്റേജിലുപരിയായി മറ്റെന്തോ ഒരു ഘടകമുണ്ട്. അത് കാരണമാണ് ഈ ഏർലി സ്റ്റേജ് ക്യാൻസറുകൾ തിരിച്ചു വരുന്നതെന്ന് മനസ്സിലായി. ആ ഘടകത്തെ നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്ന പേരാണ് ട്യൂമർ ബയോളജി അഥവാ ക്യാൻസറിന്റെ ജൈവ സ്വഭാവം. മനുഷ്യരുടെ കാര്യം പറയും പോലെയാണ്. ഇപ്പോ ക്യാൻസർ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരാളുടെ ആകാരം ആണെങ്കിൽ, അതായത് പുതിയ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ള ആചാരഭാഗമായ ഒരു മനുഷ്യനും ഏർലി സ്റ്റേജ് കുറിയ ഒരു മനുഷ്യനുമാണെങ്കിൽ ഇവരുടെ സ്വഭാവം ഒരുപോലെ ഇരിക്കണമെന്നില്ല, അതിനനുസരിച്ചിരിക്കണമെന്നില്ല. ഉദാഹരണം, ആചാരഭാഗമായ മനുഷ്യൻ എപ്പോഴും ക്രൂരനായിക്കൊള്ളണമെന്നോ ഇല്ല, ലോകഹൃദയമായിരിക്കാം. ചിലപ്പോ കുറിയ മനുഷ്യർക്ക് ചിലപ്പോ വളരെ വില്ലൻ സ്വഭാവം ഉണ്ടായിരിക്കാം. ഇതേപോലെയാണ് ക്യാൻസറുകൾ. അപ്പൊ വലിപ്പം കൂടുതലായതുകൊണ്ടോ വലിപ്പം ചെറുതായതുകൊണ്ടോ അതിന്റെ സ്വഭാവം മോശമാണെന്നോ നല്ലതാണെന്നോ ഇല്ല. അപ്പൊ ഈ ഒരു കാര്യം, ട്യൂമറിന്റെ സ്വഭാവം, അതിന്റെ ട്യൂമർ ബയോളജി അഥവാ ക്യാൻസറിന്റെ ജൈവ സ്വഭാവം നിർണ്ണയിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് നമ്മുടെ ഏറെക്കുറെ എല്ലാ ചികിത്സാ രീതികളും. ഉദാഹരണം, ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒട്ടുമുക്കാൽ കേസുകളിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. പക്ഷേ ജൈവ സ്വഭാവം മോശമാണെങ്കിൽ ആദ്യം കീമോ കൊടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇവരുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. രേണുവിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും മോശമാണ്. ഇപ്പം 4ാമത്തെ കീമോ ആണ് കൊടുത്തിരിക്കുന്നത്. 6ാമത്തെ ആകുമ്പോഴത്തേക്ക് അവർക്ക് റിമൂവ് ചെയ്ത് കളയണം. അവിടെ റിമൂവ് ചെയ്ത് കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ 4ാമത്തെ ചെയ്തത് പുള്ളിക്ക് ഭയങ്കര ഇതായിരുന്നു. ആ ദിവസങ്ങൾ അവർ കട്ടിലെ കിടപ്പായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും വയ്യാതെ കട്ടിലെ കിടപ്പ്. അപ്പോഴായിരുന്നില്ല മറ്റേ വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്ത് കിച്ചുവിൻ്റെ വീഡിയോ ഒക്കെ വൈറലാവുകയൊക്കെ ചെയ്ത് ആകെപ്പാടെ സീനാവുകയും ചെയ്തത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സംഭവമല്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതൊന്നും എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനും പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. താത്തയെ പോലുള്ള കുറേ നാറികളൊക്കെ വന്നിട്ട് ഈ പറയുന്ന കൂട്ട് ആടിൻ്റെ എടുത്ത് മുഖമൊക്കെ വെച്ചിട്ടൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം. അവരൊരു മനുഷ്യ സ്ത്രീയാണെന്നും കൂടെ ഒന്ന് ആലോചിക്കണം. അവർക്കൊക്കെ എല്ലാവർക്കും കുറേ സത്യങ്ങൾ അറിയാം, പല കാര്യങ്ങളും അറിയാം. എന്നിട്ട് അവരിതൊക്കെ വളച്ചൊടിച്ച് തിരിച്ച് ഇന്ന പല ആൾക്കാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്നിട്ട് ഇവരെ തന്നെ സൈബർ അറ്റാക്ക് ഇട്ടങ്ങ് കൊടുക്കുക, ഇട്ട് കൊടുത്തിട്ട് അവരെ അങ്ങ് പരമാവധി ഇത് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കതുകൊണ്ട് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒരു കാര്യത്തിലും ഞാൻ ഇവരൊന്നും അംഗീകരിക്കത്തുമില്ല. അപ്പം ഞാൻ എന്തെങ്കിലും വന്ന് പറയുമ്പം നിങ്ങൾ ആലോചിക്കുക, ആ രേണുവിൻ്റെ വിഷയത്തിലായി ഞാനും അതിലുമാണ് കൂടുതലും സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പോയതും ആട്ടും തുപ്പും ഒക്കെ കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്തെങ്കിലും അവരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിരുന്ന് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണുമെന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇവിടെ സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമാണ്, അത്രയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് അവരുടെ കാര്യം. ആലോചിക്കുമ്പോൾ നമുക്ക് അതൊക്കെ അന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്, സാഹചര്യങ്ങൾ ഉണ്ട്, കുറേ കാര്യങ്ങൾ കുറേയൊക്കെ അറിഞ്ഞുകൊണ്ട് കാണിച്ച അപരാധങ്ങളും ഉണ്ട്. അതിനൊക്കെ വെച്ച് കൊടുക്കാൻ തോന്നും, ചെവുക്കുറ്റി നോക്കി അടിക്കാൻ തോന്നും. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഉള്ള പോലെ പറയുന്ന ഒരു ടൈപ്പ് സാധനമാണ്. ചെവുക്കുറ്റി നോക്കി കൊടുക്കാനും തോന്നും ചില കാര്യങ്ങളൊക്കെ. പക്ഷേ ചിലതൊക്കെ കേട്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് സിമ്പതിയും തോന്നും. ഈ സോഷ്യൽ മീഡിയയ്ക്ക് വരുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്കറിയത്തില്ല. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. അതെങ്ങനാ, ഇത് കേരളമല്ലേ? കാരണം ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നെഗറ്റീവ് കണ്ടാലൊന്നും ഞാൻ ആരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയൊന്നുമല്ല വരുന്നത്. ഇതും പേഷ്യൻസിന് പലപ്പോഴും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളതായി കാണാറുണ്ട്. ഡോക്ടറെ, ചെറിയ ട്യൂമർ അല്ലേ, നമുക്കത് എടുത്തു മാറ്റിക്കൂടെ, എന്നിട്ട് കീമോയെ കുറിച്ച് ആലോചിച്ചാൽ പോരെ? കീമോക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് കൺസിഡർ ചെയ്യാനുള്ളത് കൂടി പോകും. സൈഡ് എഫക്റ്റുകളുണ്ട്. ഒരുപാട് നാള്, ചിലപ്പോൾ 4-5 മാസം നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ്. സർജറി ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പൊ ഈ കീമോതെറാപ്പി അതുകൊണ്ട് ചെയ്യാതെ പോകുന്നവരുണ്ടാവുന്നുണ്ട്. ചെറിയ സ്റ്റേജിൽ വന്നിട്ട് കീമോ വേണം എന്ന് പറയുന്നതുകൊണ്ട് ചികിത്സ ഇല്ലാതെ പോകുന്നവരുണ്ടോ? അപ്പൊ അതിനുള്ള അവരുടെ എഫക്ട് എന്താണ് വരിക? അത് ഭാവിയിലോട്ട് എങ്ങനെയാണ് അവരെ ബാധിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ കാണുന്ന ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഏർലി സ്റ്റേജിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസറുകൾ അവര് ഒരുപക്ഷെ ധരിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് ആദ്യമേ ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചികിത്സാ മാർഗനിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ അവർക്കിത് നിങ്ങളുടെ ക്യാൻസറിന്റെ സ്വഭാവം മോശമാണ്, അതുകൊണ്ട് ആദ്യം കീമോതെറാപ്പി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ പേടിച്ചിട്ട് അവർ ഓടി പോകാറുണ്ട്. വാസ്തവത്തിൽ ഇത് വലിയ ദോഷമാണ് അവർക്കുണ്ടാകുന്നത്. കാരണം ഇതിൽ നല്ലൊരു ശതമാനവും കുറച്ചു നാൾ കഴിയുമ്പോൾ തിരിച്ച് നമ്മളെടുത്ത് വരാറുണ്ട്. അതായത് അപ്പോഴത്തേക്ക് സ്റ്റേജ് മാറിയിട്ടുണ്ടാവും. നമുക്ക് ആദ്യമേ ഈ ചികിത്സ കൃത്യമായ ക്രമത്തിൽ കൊടുത്താൽ മോശ സ്വഭാവമാണെങ്കിൽ പോലും അതിൽ നല്ലൊരു ശതമാനത്തിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ആ അവസരം നഷ്ടമായി പോകും. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ എനിക്ക് പേഷ്യൻസിനോട് പറയാനുള്ള ഒരു കാര്യം, കീമോതെറാപ്പി അത്ര ഭയപ്പെടേണ്ടതില്ല. കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റുകളിൽ ഭൂരിഭാഗവും താൽക്കാലികമാണ്. ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന സൈഡ് എഫക്റ്റുകൾ കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടം, ഒരു 4 മാസം നമ്മൾ തള്ളി നീക്കി കഴിഞ്ഞാൽ
അതിനുശേഷം സർജറിയിലൂടെ അത് കംപ്ലീറ്റ് നമ്മൾ ആ മുഴ കംപ്ലീറ്റ് റിമൂവ് കൂടി ചെയ്താൽ നിങ്ങളുടെ ട്യൂമർ മോശ സ്വഭാവമാണെങ്കിൽ പോലും നിങ്ങൾക്ക് മികച്ച ഒരു റിസൾട്ട് കിട്ടും, നോർമലായ ഒരു ജീവിതത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും അവനവന് ആ സാധ്യത കൊടുക്കുക എന്നുള്ളതാണ് ഉചിതമായ ആ സമയത്തുള്ള ഒരു തീരുമാനം. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് മുതലേ സർജറി ചെയ്ത് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സർ പറഞ്ഞതിൽ പറഞ്ഞു ഇപ്പൊ തേർഡ് സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് കീമോ കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ ഈ ഫസ്റ്റ് കീമോ കൊടുക്കുന്നത് തേർഡ് സ്റ്റേജിൽ മാത്രമാണോ അതോ മുമ്പുള്ളത് സർജറിയിൽ ഒതുങ്ങോ, അത് അവർക്കും കീമോയുടെ ആവശ്യം വരാറുണ്ടോ? 0 to വരുന്ന രീതിയിൽ വരുമ്പോ എല്ലാവർക്കും കീമോ വേണോ? സർ പറഞ്ഞപ്പോ നേരത്തെ അങ്ങനെ പറഞ്ഞ പോയിന്റ് എടുത്ത് ചോദിക്കുകയാണ്. കീമോ ആണ് ചിലപ്പോൾ ഫസ്റ്റ് കൊടുക്കുക തേർഡ് സ്റ്റേജിൽ എത്തുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ കീമോ, ശസ്ത്രക്രിയ, കീമോ, റേഡിയേഷൻ ഈ 3 കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അത് നമുക്ക് ഒറ്റ ഫിക്സഡ് റൂളിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പേഷ്യന്റിന്റെ പ്രായം, അവർക്കുള്ള മറ്റു അസുഖങ്ങൾ, പിന്നെ അതേപോലെ തന്നെ അവരുടെ അസുഖത്തിന്റെ സ്റ്റേജ്, അതിന്റെ ഓക്കെ, ഇത് നിങ്ങൾ മൊത്തമായിട്ട് കേൾക്കുക. ഇത് മൊത്തം കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. എല്ലാം അറിഞ്ഞിരിക്കുന്ന കുറേയൊക്കെ നല്ലതാണ്. ഒരാളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർ പറയുന്നത് മനസ്സിലാക്കുക. ആ ഒരു വ്യക്തി സമൂഹത്തിൽ എന്തോ ആയിക്കോട്ടെ, വെറുക്കപ്പെട്ടവരോ മോശം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ വ്യക്തിയെ കല്ലെറിയാതിരിക്കുക. പല ആൾക്കാരും പറയും അവരുടെ മോനെ അവർ ഇട്ട് കൊടുത്തില്ല, അങ്ങനെയല്ല, എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇനി അതിനെ വിളിപ്പിക്കാൻ നടന്നാലും അതിൻ്റെ കാര്യങ്ങൾ പറയാൻ നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ തലയിലും കയറത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ബാക്കി കൂടെ കാണും. പോസിറ്റീവ് ട്യൂമറുകൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏർലി സ്റ്റേജിലാണെങ്കിൽ കീമോ എപ്പോഴും ഒഴിവാക്കാൻ പറ്റുമെന്നില്ല. നിങ്ങളിപ്പോൾ ആദ്യം ചെയ്താലും ഓപ്പറേഷന് ശേഷവും ചിലപ്പോൾ കീമോ വേണ്ടി വന്നേക്കാം. അപ്പോൾ അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഘടകങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കീമോ വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റില്ല. ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് ഡോക്ടറുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഒരു തവണ ഡോക്ടറുമായി ഒരു ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് അഥവാ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റോ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റോ ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റോ ഇങ്ങനെയുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് ആരുടെ അടുത്തെങ്കിലും പോയി ഇതിൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സ എവിടെ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. സർ മുമ്പ് പറഞ്ഞു ഒരു FNAC ടെസ്റ്റ് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അതേപോലെ കോർ നീഡിൽ ടെസ്റ്റും പറഞ്ഞു. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതേപോലെ ഈ FNAC ഇപ്പോൾ ഒഴിവാക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാൻസറിൻ്റെ ജൈവ സ്വഭാവം നമുക്ക് ആദ്യമേ അറിയണം. കാരണം ഏതൊക്കെ ചികിത്സകൾ ഏത് ക്രമത്തിൽ ഉപയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ ഈ ജൈവ സ്വഭാവം, ട്യൂമർ ബയോളജി അറിയണം. അത് FNAC ടെസ്റ്റിൽ നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. കോർ നീഡിൽ ബയോപ്സിയിലാണ് നമുക്കത് കുറച്ചുകൂടി വ്യക്തമായി അറിയാൻ പറ്റുക. പിന്നെ വേറൊരു കാര്യം കൂടിയുള്ളത്, FNAC ടെസ്റ്റിൽ നമുക്ക് കോശങ്ങൾ മാത്രമാണ് കുറേശ്ശെ കിട്ടുക. കോർ നീഡിൽ ബയോപ്സിയിൽ നമുക്ക് കോശങ്ങളും കോശഘടനയും ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ റിസൾട്ട് തന്നെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. ഈ 2 കാരണങ്ങളുള്ളത് കൊണ്ടാണ് കോർ നീഡിൽ ബയോപ്സി നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നു, നമ്മൾ ഇത് ഏറ്റവും നേരത്തെ കണ്ടെത്തുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് നമുക്കൊരു സിംറ്റം വന്നതിന് ശേഷം കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെ സിംറ്റത്തിന് മുമ്പ് കണ്ടെത്തിയാൽ അത്രയും നല്ലതാണ്. കാരണം ഈ അസുഖം വരാതിരിക്കുക എന്നുള്ളത് നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്? അതോ ചെറുപ്പം മുതലേ ഇത് ചെയ്യണോ? പിന്നെ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം? ഏത് പ്രായം മുതലുള്ളവർ നോക്കണം? പിന്നെ ഏറ്റവും ചെറുപ്രായത്തിൽ നോക്കേണ്ടവരുമുണ്ട്. അപ്പം അത് ഏതൊക്കെ കാറ്റഗറിയിലുള്ളവരാണ് അങ്ങനെ നോക്കുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സ്ത്രീക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് എത്രയാണ്, സാധ്യത എത്രയാണ്, എത്ര ശതമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഏത് പ്രായത്തിൽ എങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യണം. കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടോ, സ്ത്രീകളിൽ മാത്രമാണോ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് അതോ പുരുഷന്മാരിലും വരുന്നുണ്ടോ? ഇത് പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അത് പക്ഷേ വളരെ വളരെ റെയറാണ് സ്ത്രീകളിലെ ക്യാൻസർ അപേക്ഷിച്ച്. ഉദാഹരണം, നമ്മൾ 100 ക്യാൻസറുകൾ എടുത്താൽ അതിൽ 99 സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ക്യാൻസർ നമുക്ക് പുരുഷന്മാരിൽ കാണപ്പെടാം. അപ്പോൾ ഇത് നേരത്തെ ചോദിച്ച ചോദ്യം, ഓരോ സ്ത്രീക്കും അവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് സാധ്യത വ്യത്യാസപ്പെട്ടിരിക്കും. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ റിസ്ക് കണ്ടെത്തി നമുക്ക് 2ആയിട്ട് സ്ത്രീകളെ തിരിക്കാം. ഒന്ന് നോർമൽ റിസ്ക് ഉള്ളവർ അല്ലെങ്കിൽ ആവറേജ് റിസ്ക് ഉള്ളവർ, വേറൊന്ന് ഹൈ റിസ്ക് ഉള്ളവർ. അപ്പോൾ ഇതിൽ നോർമൽ റിസ്ക് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത് 21 വയസ്സാകുമ്പോൾ തൊട്ട് സ്തനം സ്വയം മാസത്തിലൊരിക്കൽ പരിശോധിക്കാൻ അത് മനസ്സിലാക്കുക. എന്നിട്ട് അത് ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമാക്കി മാറ്റുക. കൃത്യസമയം എന്ന് പറയുന്നത് മാസമുറ അവസാനിച്ച് അതിന് ശേഷമുള്ള ഒരാഴ്ചയിൽ കുളിക്കുന്ന സമയത്ത് നമ്മൾ സ്തനഗ്രന്ഥികളും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക. ബ്രസ്റ്റ് അവെയർ ആയിരിക്കുക എന്ന് പറയും. പിന്നെ ഒരു 30 വയസ്സ്
മുതൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ എങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായി ഒരു ഡോക്ടറെ കൊണ്ട് ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യിപ്പിക്കുക, ഒരു പരിശോധന ചെയ്യിപ്പിക്കുക. സ്കാനിങ് ഒന്നുമല്ല. 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് 1-2 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതാണ് നോർമൽ റിസ്ക് ഉള്ള ഒരു സ്ത്രീ ചെയ്യേണ്ടത്. ഇനി ഹൈ റിസ്ക് ഉള്ള സ്ത്രീ ആണെങ്കിൽ അത് നമുക്ക് ഉദാഹരണം ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. പാരമ്പര്യമായിരിക്കാം ചിലപ്പോൾ കാരണം, അല്ലെങ്കിൽ മറ്റ് അപകട സാധ്യതാ ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അങ്ങനെ ഹൈ റിസ്ക് പാരമ്പര്യം എന്ന് പറയുമ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ പാരമ്പര്യത്തിൽ വരേണ്ടത്? അതായത് ഫാമിലിയിൽ വേറെ ഏതെങ്കിലും ക്യാൻസർ ഉള്ളവരും ഈ ഒരു റിസ്ക് നോക്കേണ്ടതുണ്ടോ? പൊതുവെ പറയുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറും ഓവേറിയൻ ക്യാൻസറും ആണ് പറയാറ് സ്ത്രീകളിൽ. പക്ഷേ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകൾ, അതിന് ജനിതകമായ വ്യതിയാനം കാരണമാണ് ഉണ്ടാകുന്നത്. ഈ ജീനുകൾ മറ്റു പല ക്യാൻസറുകളും ഉണ്ടാക്കുന്നവയും ഉണ്ട്. ഉദാഹരണം പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ആഗ്നേയഗ്രന്ഥിയുടെ ക്യാൻസർ, ഇതൊക്കെ വരാവുന്നതാണ്. അത് ഡോക്ടർമാർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ആ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് അതുമായി അനുബന്ധമായിട്ടുള്ള ക്യാൻസറുകൾ ഉള്ളവർക്കൊക്കെ ഹൈ റിസ്ക് ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒന്നാണ് സ്നേഹിത എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ടൂൾ. അതൊരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ ചെന്നാൽ സ്നേഹിത എന്ന് പറഞ്ഞൊരു കാൽക്കുലേറ്റർ കാണും. അതിൽ കുറേ കാര്യങ്ങൾ, വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ രേഖപ്പെടുത്തി ക്ലിക്ക് ചെയ്താൽ നമുക്കുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സർജറി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പം നമ്മൾ പണ്ട് ഒരു ടോട്ടൽ മാസ്റ്റക്ടമി ആയിരുന്നു മൊത്തം എല്ലാവർക്കും ചെയ്തുകൊണ്ടിരുന്ന ഒരു സർജറി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ ബെസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഏതാണ് ബെസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? അപ്പോൾ സ്തനങ്ങൾ മുഴുവൻ നീക്കം ചെയ്യണോ, സ്തനം നിലനിർത്തിക്കൊണ്ട് ട്യൂമറുള്ള ഭാഗം മാത്രം നീക്കം ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ കാതൽ. അപ്പോൾ ഇതിൽ നമുക്കറിയാം 1970 മുതലുള്ള റിസർച്ചിൽ നമുക്ക് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടതാണ് ഏർലി സ്റ്റേജ് ക്യാൻസറുകളിൽ നമ്മൾ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി സ്തനം മുഴുവൻ നീക്കം ചെയ്തിട്ടുള്ള ടോട്ടൽ മാസ്റ്റക്ടമിയുടെ തുല്യമായ റിസൾട്ടാണ് തരുന്നത്. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങളും കൂടി ചേർത്ത് വെക്കുമ്പോൾ, ഉദാഹരണം ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിലെ അവയവം നിലനിർത്തുന്നത് കൊണ്ട് ആ ഒരു സ്ത്രീക്കുണ്ടാകുന്ന സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ബെറ്റർ ബോഡി ഇമേജ്, ഈ തുടങ്ങിയ കാര്യങ്ങൾ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ പലപ്പോഴും ഈ ബ്രസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യുമ്പോൾ കാണുന്ന അത്രയും കോംപ്ലിക്കേഷൻസ് ഈ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ കാണാറില്ല. ഈ ഘടകങ്ങളെല്ലാം കൂടി എടുത്തു വെക്കുമ്പോൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസറിന് ഇന്ന് ലോകത്തെമ്പാടും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അഥവാ സ്തനം നിലനിർത്തിക്കൊണ്ട് ട്യൂമർ മാത്രം നീക്കം ചെയ്തുള്ള സർജറിയാണ് റെക്കമെൻഡഡ് ആയിട്ട് വരുന്നത്. ഈ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണോ? ഈ എല്ലാവിധ സ്റ്റേജിലുള്ളവർക്കും ചെയ്യാൻ പറ്റിയതാണോ? അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി നമുക്ക് ഏർലി ക്യാൻസറുകളാണെങ്കിൽ ഒരു 90% ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഇച്ചിരി സ്റ്റേജ് കൂടിയ കേസുകളാണ്, ലോക്കലി അഡ്വാൻസ്ഡ് ടൈപ്പ്, അതായത് 3rd സ്റ്റേജിലുള്ളതാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയൊരു ശതമാനത്തിൽ അത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത്തരം ക്യാൻസറുകൾക്ക് കീമോ ആണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കീമോ കൊടുത്തതിന് ശേഷം ഇത് നന്നായി ചുരുങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ആ പേഷ്യൻസിന് നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാവുന്നതാണ്. അത് സേഫ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമായും ഈ സർജറിയിൽ കൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് ട്യൂമർ കംപ്ലീറ്റ് എടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മാറ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി നടന്നെന്ന് വരത്തില്ല. അതേപോലെ ചില പ്രത്യേക ടൈപ്പ് ക്യാൻസറുകൾ, ഉദാഹരണം ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും, അതിന് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ നമുക്ക് മുഴുവനായും ഈ ട്യൂമർ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ള കേസുകളിൽ നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കണം, ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയുടെ ഭാഗമാണ് റേഡിയേഷൻ ചികിത്സ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നിർബന്ധമായും മിക്കവാറും കേസുകളിൽ നമുക്ക് അതിനുശേഷം റേഡിയേഷനും കൂടി ചികിത്സ കൂടി എടുക്കേണ്ടി വരും. മാസ്റ്റക്ടമിയിൽ എല്ലാ കേസിലും ഫുൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ റേഡിയേഷൻ ചികിത്സ വേണ്ടി വരാറ്. ഇപ്പോൾ ഉള്ള നൂതനമായ ടെക്നിക്കാണ് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിൽ നിന്ന് എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് 90കൾ മുതൽ നിലവിൽ വന്ന ഒരു അതിനൂതനമായ ഒരു ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ടെക്നിക്കാണ്. നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, നമ്മൾ ഈ മുഴ നീക്കം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഡിഫക്റ്റ്, ഒരു ഗ്യാപ്പ് ഉണ്ടാവും മാറിൽ. അപ്പോൾ അത് നമ്മൾ വെറുതെ തുന്നി യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും മാറിൻ്റെ ആകൃതിയിൽ ഒരു വ്യത്യാസം വരും. അപ്പോൾ അത് കൊണ്ട് നമുക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു മാനസികമായ വിഷമം എന്ന് പറഞ്ഞാൽ 2 മാറും 2 ഷേപ്പിൽ ആകൃതിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തലാവും, അവിടെ ഒരു ഓപ്പറേഷൻ നടന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞു ബ്രസ്റ്റ് കൺസർവേഷൻ ശേഷം എപ്പോഴും റേഡിയേഷൻ വേണ്ടി വരാറുണ്ട്.
ഈ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഈ ആകൃതി, ബ്രസ്റ്റിൻ്റെ ആകൃതി വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വികലമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ റേഡിയേഷൻ്റെ കോംപ്ലിക്കേഷൻസും അധികമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മുഴകൾ നീക്കം ചെയ്യുമ്പോൾ ബ്രസ്റ്റിൻ്റെ ആകൃതി നിലനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ ടെക്നീക്കിന് റോള് വരുന്നത്. ഓങ്കോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ബ്രസ്റ്റ് കൺസർവേഷൻ്റെ കൂടെ പ്ലാസ്റ്റിക് സർജറി ടെക്നിക്ക് കൂടി ഉപയോഗിച്ച് ഈ ട്യൂമർ നീക്കം ചെയ്തതിന് ശേഷം ആ മാറിൻ്റെ ആകൃതി പഴയപടിയാക്കി എടുക്കുന്നതിനാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓങ്കോളജി സർജന് തന്നെ ഇത് ചെയ്യാവുന്നതാണെന്നാണ്? 2 തരത്തിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഒന്ന്, ഇപ്പോൾ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 ടെക്നിക്കിലും, അതായത് ക്യാൻസർ സർജറിയിലും പ്ലാസ്റ്റിക് സർജറിയിലും ട്രെയിൻഡ് ആയിട്ടുള്ള ഒറ്റ സർജൻ ഉണ്ടാവും, അവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ അമേരിക്കയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ടീമായിട്ടാണ് അത് ചെയ്യുന്നത്. ക്യാൻസർ സർജൻ ഉണ്ടാവും, പ്ലാസ്റ്റിക് സർജൻ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ചികിത്സ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ക്യാൻസർ സർജനും പ്ലാസ്റ്റിക് സർജനും സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഇപ്പോൾ നമ്മുടെ മൗലാന ബ്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒറ്റ ആളാണ് അത് 2 കൂടി ചെയ്യുന്നത്, ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബെനിഫിറ്റ് കൂടുതലല്ലേ ചെയ്യുക? ഒരേ ആള് 2ഉം ചെയ്യുമ്പോൾ അവിടെ ബെനിഫിറ്റ് ആണോ ചെയ്യുക? അത് അല്പം വിവാദപരമായ ചോദ്യമാണ്. കാരണം 2 രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരാൾ ചെയ്താലും 2 ആൾ ചെയ്താലും നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഭംഗിയായിട്ട് വരണം. ഇപ്പോൾ 2 പേര് ചെയ്യുമ്പോൾ പോലും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും വലിയ ഗുണം വന്നിട്ടുള്ളത്, പണ്ട് കാലങ്ങളിൽ മാസ്റ്റക്ടമി മാത്രം ഓപ്ഷൻ ഉണ്ടായിരുന്ന ഒരുപാട് പേഷ്യൻ്റ്, അതായത് ചെറിയ മാറ്, വലിയ ട്യൂമർ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒന്നിലധികം ട്യൂമർ ഉള്ളവർ, ഇവർക്കൊക്കെ ഇന്ന് ഓങ്കോപ്ലാസ്റ്റിക് സർജറിയിലൂടെ നമുക്ക് മാറ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ റീകൺസ്ട്രക്ഷനിലേക്ക് വരുമ്പം അവിടെ നമുക്ക് 2 ടൈപ്പ് ഉണ്ടെന്ന്, ഒന്ന് ഇംപ്ലാന്റും ഒന്ന് ടിഷ്യൂ. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സ്ഥാനം സംരക്ഷിച്ചിട്ടുള്ള ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ഉണ്ട്, ടോട്ടൽ മാസ്റ്റക്ടമി ഉണ്ട്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ നമ്മൾ ഈ ഇംപ്ലാന്റുകൾ പൊതുവെ വരുന്നില്ല. അത് ബ്രസ്റ്റിൽ തന്നെയുള്ള കോശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ടിഷ്യൂ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള ടിഷ്യൂസ് യൂസ് ചെയ്താണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത്. ഈ മുഴുവൻ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന ടോട്ടൽ മാസ്റ്റക്ടമിയിലാണ് പ്രധാനമായും ഈ ഇംപ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ, സ്ഥാന പുനർനിർമ്മാണം, അല്ലെങ്കിൽ ഫ്ലാപ്പുകൾ ഉപയോഗിച്ചുള്ള സ്ഥാന പുനർനിർമ്മാണം. സിമ്പിളായി പറയാനാണെങ്കിൽ, നമുക്ക് മാറ് മുഴുവൻ നീക്കം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ മാറിൻ്റെ ഷേപ്പ് അതേപടി നിലനിർത്താനായിട്ട് നമുക്ക് ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്നും തൊലിയും കൊഴുപ്പും ചില കേസുകളിൽ മസിൽ കൂടി ചേർത്ത് എടുത്തിട്ട് ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവച്ച് ആ ഷേപ്പിൽ അത് തുന്നി യോജിപ്പിക്കുന്നതിനാണ് ഈ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്വാഭാവികമായും വേറൊരു ഭാഗത്ത്, സാധാരണ വയറിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുതുകത്തു നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉള്ള ടിഷ്യൂ എടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് മുറിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഇത് കൊണ്ട് വെച്ച സ്ഥലത്ത് അത് പിടിച്ച് ഉണങ്ങി വരാനുള്ള ഒരു സമയവുമുണ്ട്. പക്ഷേ ഇത് പിടിച്ച് ഉണങ്ങി അവിടെ വന്ന് സെറ്റായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല റീകൺസ്ട്രക്ഷൻ. ഇനി ഇത് സാധ്യമല്ലാത്ത ചില കേസുകളുണ്ട്. ഉദാഹരണം, പേഷ്യൻറ്റിന് ചിലപ്പോൾ വേറെ ഭാഗങ്ങളിൽ മുറിവുണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഭാഗത്ത് നിന്ന് എടുക്കാൻ ആവശ്യത്തിന് ഈ ഫ്ലാപ്പിനുള്ള ടിഷ്യൂ കിട്ടില്ല. ഉദാഹരണം, വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർ. പിന്നെ അതുപോലെ നമുക്ക് ഈ വ്യക്തമായ ഒരു ഷേപ്പ് സൈസ് വേണം, ഒരു ഫാസ്റ്റർ സർജറി വേണം എന്നൊക്കെയുള്ള താല്പര്യമുള്ള പേഷ്യൻസിന് നമുക്ക് ഇംപ്ലാന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ കണ്ടൻ്റാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലാന്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വോളിയൂംസിൽ, ഡിഫറെൻറ്റ് സൈസിൽ അത് അവൈലബിൾ ആണ്, ആവശ്യമുള്ള സൈസിൽ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാസ്റ്റർ സർജറിയാണ്. അതിൻ്റെ ഒരു ആകൃതി അതുപോലെ തന്നെ ഇരിക്കും. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ മുറിവുകൾ ഉണ്ടാക്കേണ്ടി വരുന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ എല്ലാ കാര്യത്തിനും അഡ്വാൻറ്റേജ് ഉള്ള പോലെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പോൾ ഫ്ലാപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞതുപോലെ ഇംപ്ലാന്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു ലൈഫ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ കാലിൽ പൊട്ടിയ ഒരു കമ്പി ഇട്ട് കഴിഞ്ഞാൽ, ഫ്രാക്ചർ ആയ ഒരു കമ്പി ഇട്ടാൽ അത് കാലാകാലം അതവിടെ ഇരിക്കില്ല, എടുത്ത് മാറ്റേണ്ടി വരാം. അതേപോലെ ഇംപ്ലാന്റും ഒരു കുറേ നാളുകൾ കഴിയുമ്പോൾ, അതിൻ്റെ ലൈഫ് കഴിയുമ്പോൾ ചിലപ്പോൾ മാറ്റി വേറെ ഇംപ്ലാന്റ് വെക്കോ ഫ്ലാപ്പ് വെക്കോ ഒക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഏറെക്കുറെ ഒരു 5 മുതൽ 10% കേസുകളിൽ കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഇതെടുത്ത് മാറ്റി പിന്നെ വേറൊരു രീതി നമ്മൾ നോക്കേണ്ടി വരും. അതാണ് ഇംപ്ലാന്റിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് റീകൺസ്ട്രക്ഷനും നമുക്ക് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് പേഷ്യൻറ്റുമായി ചർച്ച ചെയ്ത് അവരുടെ താല്പര്യങ്ങളും കൂടി മുൻനിർത്തി ഇത് 2ൽ ഏതാണ് അവർക്ക് സൂട്ടഡ് എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മളൊരു സർജറി ചെയ്താൽ, അതൊന്നാമത് ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്താൽ എത്ര സമയം എടുക്കും നമ്മളതൊന്ന് ശരിയായി നോർമൽ ലൈഫിലേക്ക് വരാനായിട്ട്?
സാധാരണഗതിയിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ സർജറി എന്ന് പറയുന്നത് ഒരു ആന്തരിക അവയവങ്ങളിൽ ചെയ്യുന്ന ഒരു സർജറി അല്ല. നമ്മളിപ്പോൾ ഒരു ആമാശയത്തിലോ കുടലിലോ കരളിലോ ഒക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ ആന്തരിക അവയവങ്ങളിൽ ചെയ്യുന്ന ഒരു സർജറി അല്ല. തൊലിക്ക് അടിയിലുള്ള കൊഴുപ്പ് നിറഞ്ഞ ഒരു അവയവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ അത്ര കാര്യമായി ബാധിക്കുന്ന ഒരു ടൈപ്പ് സർജറി അല്ല. അവിടെ ആകെ നമ്മുടെ മെയിൻ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുറിവ് ഉണങ്ങി കിട്ടുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആയാലും ബ്രസ്റ്റ് കൺസർവേഷൻ ആയാലും ഒക്കെ നമ്മൾ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകളാണ് പൊതുവെ ഇടുക. അപ്പോൾ അതിൻ്റെ പാടുകളും ഒക്കെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്യേണ്ട ആവശ്യം പോലും പലപ്പോഴും വേണ്ടി വരാറില്ല. പിന്നെ മിക്കവാറും ഇതിൽ ഏത് സർജറി ചെയ്താലും ഓങ്കോപ്ലാസ്റ്റിക് സർജറിയിലാണോ ഇതുപോലെ മുറിവ് കാണാത്ത രീതിയിലായിട്ട് വരുന്നത്? അത് ഏതിലും ചെയ്യാം. ഇപ്പം നമ്മൾ മാറ് മുഴുവൻ നീക്കം ചെയ്യുന്ന സർജറിയിലും അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ പാടുകളൊന്നും അവിടെ അവശേഷിക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് ചെയ്താലും നമുക്ക് പേഷ്യൻറ്റിന് 1-2 ദിവസമേ സാധാരണഗതിയിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യം വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് നേരെ വീട്ടിൽ പോകാവുന്നതാണ്. ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. പിന്നെ സ്റ്റിച്ച് എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ ചിലപ്പോൾ ഈ ഓപ്പറേഷനോടനുബന്ധിച്ച് വേസ്റ്റ് നീരൊക്കെ പോകാനായിട്ട് ഡ്രെയിൻ ട്യൂബ് ഇടും. അപ്പോൾ ഈ ഡ്രെയിൻ ട്യൂബിൻ്റെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പേഷ്യൻസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. എളുപ്പമാർക്ക് വീട്ടിൽ നിന്നത് നോക്കാവുന്നതേ ഉള്ളൂ. ആ ഡ്രെയിൻ ട്യൂബ് നീക്കം ചെയ്യാനും ഇതിൻ്റെ റിപ്പോർട്ട് നോക്കാനുമായിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അവർ വീണ്ടും ഒരു റിവ്യൂവിന് വരും. ആ സമയത്ത് അളവൊക്കെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രെയിൻ ട്യൂബ് റിമൂവ് ചെയ്യും. അതോടുകൂടി ആ മുറിവിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ അടുത്ത ചികിത്സയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് കീമോതെറാപ്പി എങ്കിൽ കീമോതെറാപ്പി, അല്ല ഗുളികകളാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ റേഡിയേഷൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏറെക്കുറെ 1 മാസത്തിനുള്ളിൽ പേഷ്യൻറ്റിന് ആക്ച്വലി ബാക്ക് ടു നോർമലാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം. സാർ ഒരുപാട് ഇൻഫർമേഷൻസ് തന്നു. നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കുറെ മിത്തുകളൊക്കെ പൊളിച്ചടക്കി തന്നിട്ടുണ്ട്. അപ്പൊ സാറിനൊരു ചെറിയൊരു വാക്കിൽ നമ്മളെ ചെറുതാക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്? ഇപ്പോൾ പ്രധാനമായും എനിക്ക് ഓരോ സ്ത്രീകളോടും പറയാനുള്ള കാര്യം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് സ്ത്രീ ആയതുകൊണ്ടും പ്രായമാവുന്നത് കൊണ്ടും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചെറുതാണെങ്കിലും ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അതും കൃത്യമായി അത് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി ചെയ്യുക. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുക. ഒരു 30 വയസ്സ് കഴിയുമ്പോഴെങ്കിലും ഒരു ഡോക്ടറിനെ കൊണ്ടൊരു ചെക്കപ്പ് ചെയ്യുക. 40 വയസ്സാകുമ്പോൾ തൊട്ട് മാമോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അതനുസരിച്ച് ഈ കാര്യങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ വരുത്തി ചെയ്യേണ്ടി വരും. ബ്രസ്റ്റ് ക്യാൻസർ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ആകാവുന്ന ലക്ഷണമുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തത് കൃത്യമായ ചികിത്സ എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രിപ്പിൾ ടെസ്റ്റ്, അതാണ് കൃത്യമായ രോഗനിർണയം. അത് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ട്യൂമറിൻ്റെ ജൈവ സ്വഭാവം, അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെ വേണം, ആദ്യം കീമോ വേണോ ആദ്യം സർജറി വേണോ എന്നുള്ള കാര്യം നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കുക. അതിനുശേഷം ശസ്ത്രക്രിയയിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സ്തനം എല്ലാ കേസിലും പൂർണ്ണമായി നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. ഭൂരിഭാഗം കേസുകളിലും സ്തനം നിലനിർത്തിക്കൊണ്ട് തന്നെ സേഫായിട്ട് ഈ സർജറി നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ ചെക്കപ്പ് നമ്മൾ കൃത്യമായി ഇടവേളകളിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും എനിക്കൊരു മെസ്സേജായി കൊടുക്കാനുള്ളത്.